നമസ്കാരം. പതിരും കതിരും. വടക്ക് നോക്കിയന്ത്രത്തിലെ ശ്രീനിവാസന്റെ തളത്തിൽ ദിനേശൻ ലോഡ്ജിൽ പോയി മുറിയെടുക്കുന്ന രംഗം ഓർക്കുന്നില്ലേ? സാർ, ഇത് നല്ല കാറ്റുള്ള മുറിയാണ്, ഇത് മതിയോ? അപ്പോൾ ദിനേശൻ പറഞ്ഞു, എനിക്ക് അത്രയും കാറ്റ് വേണ്ട. ഇന്തോനേഷ്യയിലെ ബീച്ചിൽ കാറ്റ് കൊള്ളാനിരുന്ന ദൈവം എനിക്ക് അത്രയും കാറ്റ് വേണ്ട എന്ന് പറഞ്ഞ് കുടുംബത്തെയും കൂട്ടി സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ ചെന്ന് നിന്ന് AK ബാലൻ പിണറായി വിജയ ഗൂന്ന് വിളിച്ചാൽ കേൾക്കാൻ പാകത്തിന് ഒരു ചെവി വട്ടം പിടിച്ചാണ് പിണറായി വിശ്രമവേളകൾ ആനന്ദകരമാക്കിയത്. ഇന്തോനേഷ്യ പോലെ അത്ര അടുത്തല്ല സിംഗപ്പൂർ. ഭൂമധ്യരേഖയുടെ 137 കിലോമീറ്റർ വടക്കാണ് സിംഗപ്പൂർ. അതുകൊണ്ട് AKG സെൻറ്ററിൻ്റെ മണ്ടയ്ക്ക് കയറി വിളിച്ചാലും കേൾക്കണമെന്നില്ല. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ദൈവം ഓൺലൈനായി പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും ദിവസം അകന്നിരുന്ന ദൈവത്തെ ഓൺലൈനിൽ കണ്ടപ്പോൾ മന്ത്രിമാർ ആനന്ദ കണ്ണീർ പൊഴിച്ചു. ഒന്നിച്ച് ബസ് യാത്ര പോയ ആ ദിവസങ്ങളുടെ ഓർമ്മകളിലാണ് അവർ ഏങ്ങലടിച്ചു വിങ്ങിയത്. വാസവനപ്പോൾ സാഷ്ടാംഗം വീണു. ശിവൻകുട്ടി വിളക്ക് കത്തിച്ചു. സജി ചെറിയാൻ 2 ഇഡ്ഡലി കൂടുതൽ തിന്നു. ദൈവം ചോദിച്ചു, എല്ലാവർക്കും സുഖമാണോ? മന്ത്രിമാരപ്പോൾ കോറസായി പറഞ്ഞു, അങ്ങില്ലാത്തതിനാൽ ഞങ്ങൾക്ക് എന്തോ നാഘോഷം സഖാവേ. ഈ ഭൂമി ഇരുട്ടു നിറഞ്ഞതായും നിശ്ചലമായതായും തോന്നുകയാണ്. സൂര്യൻ്റെ പ്രഭ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവം ചോദിച്ചു, എൻ്റെ പ്രജകൾക്ക് സുഖമാണോ? അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, അങ്ങയുടെ അസാന്നിധ്യത്തിൽ അവറ്റകളുടെ മുഖത്തെ പ്രസന്നത മങ്ങിയിട്ടുണ്ട് പ്രഭു. അവർ വിഷണ്ണരായി കാത്തിരിക്കുകയാണ്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോൾ. അത് കേട്ടതും ദൈവം ഓൺലൈനിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി. കൺവെട്ടത്തു നിന്നും മാഞ്ഞുപോയ ക്യാപ്റ്റനെ ഓർത്ത് ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഗദ്ഗത കണ്ഠയായി. ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും സാമൂഹികക്ഷേമ പെൻഷൻ കൊടുക്കുമെന്നായിരുന്നു വോട്ടു തട്ടാനുള്ള വീമ്പടി. പട്ടിണി കിടന്നാലും അലറുന്ന കാര്യത്തിൽ സിംഹം വിട്ടുവീഴ്ച ചെയ്യാറില്ല എന്നതുപോലെയാണ് നമ്മുടെ സർക്കാർ. പുളുപടി, വീരസ്യം, തള്ളിമറിക്കൽ എന്നീ ത്രിദോഷങ്ങളാണ് പിണറായി സർക്കാരിൻ്റെ കൈമുതൽ. മൊത്തത്തിൽ മെമ്മറി അടിച്ചുപോയ പാർട്ടി ആയതിനാൽ ഇന്നലെ എന്തു പറഞ്ഞു, നാളെ എന്തു പറയും എന്നൊന്നും ഒരു വേവലാതിയുമില്ല. പഞ്ചസാര പാത്രത്തിൽ കാപ്പിപ്പൊടി എന്ന് എഴുതി വച്ച് ഉറുമ്പിനെ പറ്റിച്ചേ എന്ന് പറയുന്ന സഖാക്കളുള്ള നാടാണിത്. 19 ദിവസത്തെ ടൂറ് കഴിഞ്ഞ് ദുബായിൽ നിന്നും വരുന്ന ജൈവ വിജയൻ ഇവിടെ വന്നും ഒരു 10 ദിവസം കൂടി വിശ്രമിച്ചെന്നിരിക്കും. ജൂൺ 4-ന് ഫലം വന്നാലും 2 ദിവസം കൂടി പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ജനോപകാരപ്രദമായ യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ധർമ്മസങ്കടത്തിലാണ് സർക്കാർ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ദുരിതബാധിതരായ MLA-മാർക്കും മന്ത്രിമാർക്കും ശമ്പളം കൂട്ടുന്നതിനുള്ള ബില്ല് അവതരിപ്പിക്കും. ആ പാവങ്ങളെങ്കിലും നന്നായി കഴിയട്ടെ. എത്രയോ ദിവസങ്ങളായി കാരണഭൂതം ഈ നാട്ടിൽ ഇല്ലാതായിട്ട്. പഞ്ചഭൂതങ്ങൾക്ക് യാതൊരു തട്ടുകേടും എന്നിട്ടും സംഭവിച്ചിട്ടില്ല. ഗതികെട്ടവൻ്റെ ഗതികേടിന് മാത്രം യാതൊരു മാറ്റവുമില്ല. അതങ്ങനെ തന്നെ തുടരുകയും വേണം. പിണറായി വിജയൻ്റെ അസാന്നിധ്യത്തിൽ പാർട്ടി തളർന്നു പോകാതിരിക്കാൻ മേയറുടെ റോഡ് ഷോ, കളക്ടറുടെ കുഴിനഖം, വടകരയിലെ വിഷം, ഹരിഹരൻ്റെ അധിക പ്രസംഗം എന്നിത്യാദി എത്രയെത്ര വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സഖാക്കൾ ഒരിക്കലും വിശ്രമിക്കാൻ പാടില്ല. വിശ്രമിച്ചാൽ വിപ്ലവം തണുത്തു പോകും. അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നന്ദി.